ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും അതുപോലെ യൂട്യൂബിൽ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഇനി അല്ല, നിങ്ങൾ തുടങ്ങി കുറച്ചായി ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭത്തിലും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് നോക്കാം. 2 ദിവസം മുമ്പെയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അവർക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് US ടാക്സ് ഫോം അവർ ആഡ്സെൻസിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് റിജക്റ്റ് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം $90 എല്ലാം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. US ടാക്സ് ഫോം റിജക്റ്റ് ആയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നെയിം മിസ്മാച്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ നെയിമിനോട് കൂടി അവരുടെ സ്ഥലപ്പേരാണ് അവർ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഉദാഹരണമായി എൻ്റെ പേര് നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ്. എന്നാൽ ഞാൻ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന പേര് നിവേദ് മണ്ണാർക്കാട് അല്ലെങ്കിൽ നിവേദ് പെരിന്തൽമണ്ണ എന്നെല്ലാമാണ് എന്ന് കരുതുക. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. കാരണം എൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള നെയിം അല്ലാതെ നമ്മുടെ പെറ്റ് നെയിം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ഥലം വച്ചുള്ള നെയിം എല്ലാം ആഡ്സെൻസിൽ നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്, അതായത് ID കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ പാസ്പോർട്ടിൽ ഒന്നും തന്നെ ഈ ഒരു നെയിം ഒന്നും ആയിരിക്കില്ല. അതിനാൽ തന്നെ ആ ഒരു നെയിം നമ്മുടേതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ആഡ്സെൻസിൽ നെയിം എല്ലാം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള നെയിം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അഡ്രസ്സ് എല്ലാം അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള അതുപോലെ കറക്റ്റായി തന്നെ എൻ്റർ ചെയ്യാനെല്ലാം ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ നെയിം അതുപോലെ നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എല്ലാം ഇതെല്ലാം നമ്മൾ ഇത്തരത്തിൽ കറക്റ്റായി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആഡ്സെൻസിൽ ഈ US ടാക്സ് ഫോം അതുപോലെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽ എല്ലാം തന്നെ അപ്രൂവ് ആയി നമുക്ക് ആഡ്സെൻസ് എല്ലാം ഓപ്പൺ ചെയ്യാനെല്ലാം സാധിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ കാരണം അവർക്ക് US ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് ആഡ്സെൻസിൽ പോയതിനു ശേഷം നെയിം ചേഞ്ച് എല്ലാം കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ അവരുടെ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള നെയിം എല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും അതിന് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു ഡോക്യുമെൻ്റ്, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് റിവ്യൂവിൽ പോയി 1-2 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു അപ്രൂവൽ എല്ലാം ലഭിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് ഈ ഒരു അപ്രൂവൽ എല്ലാം ലഭിച്ചിട്ടുണ്ട് ഈ നെയിം ചേഞ്ചിൻ്റെതായ. അതിനാൽ തന്നെ ഇനി അവർക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാം യൂസ് ചെയ്ത് US ടാക്സ് ഫോം എല്ലാം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ റിജക്ഷൻ ഒന്നും വരികയില്ല. കാരണം ഇത്തരത്തിൽ അവരുടെ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള നെയിം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അതിനാൽ തന്നെ നെയിം മിസ്മാച്ച് എന്നൊരു പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള നെയിം ഇതായിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്